ഞാൻ പറയട്ടെ, ഇത് കണ്ടോ ഐശ്വര്യമാണ് കൊണ്ട് പോകുന്നത്. ഇങ്ങനെ കയ്യിലിട്ട ബാഗ് ഇങ്ങനെ പച്ചക്ക് മാത്രമേ ഇവിടെ ഇട്ടാ മതി, ഇങ്ങനെ ഇട്ടാ മതി, ഇങ്ങനെ ഇട്ടാ മതി. ഈ നിപ്പ് കണ്ടില്ലേ, എവിടെ പോവാന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ആശുപത്രി പോവാ. കണ്ടാൽ ഞങ്ങൾ ട്രിപ്പ് പോകാൻ തോന്നിയാലും ഒളിച്ചിരുന്ന് പണി ചെയ്ത് ജലദോഷവും പനിയും പിടിപ്പിച്ച്. ഇനി വലിച്ചോട്ട് നടന്നോ. നല്ല പച്ച പൊട്ട്, നല്ല പൊട്ടാ, നല്ല ഭംഗിയുണ്ട്. കുപ്പിയോളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഇത് കാര്യമായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ. എന്നെ ഒരു കള്ളം പിടിച്ചോണ്ട് 1 ഗ്രാം സ്വർണം പിടിച്ചോണ്ട് പോകത്തില്ല. കളർ എന്തിനാ സ്വർണം? മുടി അങ്ങ് കെട്ടി വെച്ചോ? അല്ല, അത് ഞാൻ ഓർക്കുവായിരുന്നു. ഇവിടെ വെച്ച് ഇങ്ങനെ കണ്ടിച്ച് കളയാൻ എളുപ്പമുണ്ട്. ബോയ്ക്കട്ടാക്കി തരാം. വേണോ അങ്ങനെ? വെട്ടിക്കളയണോ? എന്നാ പോയിട്ട് തിരിച്ചോ. വെട്ടുമ്പോ വേണ്ടെന്ന് പറയലേ, വെട്ടിക്കളയും. വെട്ടണോ? അമ്മ സമ്മതിക്കത്തില്ലെന്ന് എനിക്കറിയാലോ. അതെ, തലമുടി, അതുകൊണ്ട് അത് കെട്ടി വെച്ചേക്കുന്നത്. അമ്മ ഉണ്ടാക്കി തന്നൊരു പലഹാരമാണ്. എന്തോ ഇടൂ ഇത്? ഇതെന്തോ ഇടൂ? ഇതെന്തോ ഇടൂ? ഇതാണ് വെടിക്കെട്ട സാധനം. എന്തോ? കൊഴുക്കട്ടയോ? ആ ചിക്കൻ കാലും ഇനി ഞാൻ തിന്നണമല്ലോ എന്ന് ഓർക്കുമ്പോഴാകടൂ അപ്പോ വായിലിട്ടത് പിന്നല്ല. ഹലോ, നമസ്കാരം. പോത്തിനെ കെട്ടാൻ വന്നപ്പോൾ കിട്ടിയ സമ്പാദ്യം നോക്കൂ. അച്ചാറിടാം, നല്ല അടിപൊളി നാരങ്ങ കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതും ഇച്ചിരി പാവയ്ക്കയും കാന്താരിയും കൂടെ ചേർത്ത് വെള്ള കളറിൽ അച്ചാറിടണം. നാരകത്തിൽ കിട്ടിയതാ. ഇനി പഴുത്ത് നിറച്ച് നിപ്പുണ്ട്, പഴുക്കണം. ഞാൻ മേളത്തേക്ക് നീ പറിക്കാം, അരിഞ്ഞ് കയറിക്കോളൂ. കശുമാവിൻ്റെ കൊമ്പൊക്കെ തറയിലോട്ടാണ് കിടക്കുന്നത്. കശുമാവിൻ്റെ കൊമ്പെല്ലാം വെട്ടിയിട്ട പറിച്ച് താഴെ ആ ഷെഡിൻ്റെ മേളിൽ നിൽക്കുന്നത് നിറയെ ഉണ്ടാവും. ഒടിച്ചു കുത്തി നാരകം എന്ന് പറയുന്നത് ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, കാണിച്ചേ, നിൽക്കി ഇറങ്ങി വാ. അത് മതി. ഇനിയിപ്പോൾ ഇന്നത്തെ അച്ചാറിനുള്ളതായി. അതായത് അച്ചാച്ചിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ. അങ്ങനെ അച്ചാച്ചിയും കൊണ്ട് കുഞ്ഞാവ് ആശുപത്രി പോയിക്കായിരുന്നു. അപ്പോൾ പോത്ത് ഇവിടെ അയ്യത്ത് നിൽക്കും, അതിനെ അഴിച്ചു കെട്ടാൻ വന്ന. പോത്തിന് എവിടെ? ഇവിടെ ഉണ്ട്. നീളത്തിലല്ലേ നിൽക്കുന്നേ? ആ നീളം മതി, കുറച്ച് കഴിഞ്ഞ് മാറ്റിക്കെട്ട. അപ്പോൾ പോത്തിനെ മാറ്റിക്കെട്ടാൻ കയറി വന്ന കൈയാണ്, ഉണങ്ങൊന്നുമില്ല. നേരം കിട്ടിയ നാരങ്ങ അപ്പോൾ അച്ചാറിട്ട് വെച്ചാൽ എല്ലാവരും കൂട്ടും കേട്ടോ. നിറച്ച് കിട്ടി. പോട്ടടാ പോത്താ, പോത്തു പോയിട്ട് വരാവേ. ഇതിന് വന്നാ എടീ കപ്പക്കമ്പൊന്ന് മാറ്റി കൊടുക്കണോ? വേണ്ട, പോവാട്ടോ, തിന്നു. ആടാ, ഇന്നലെ ഇവിടെയൊക്കെ നിർത്തിയൻ്റെ ആവുന്നേ ഉള്ളൂ. ചക്ക പഴുത്തിരിപ്പുണ്ട് കേട്ടോ. താഴെ ഇരിപ്പുണ്ട്, മുറിക്കാം. സമയമൊന്നും കിട്ടിയിട്ട് വേണ്ട ചക്ക മുറിക്കാൻ. സ്റ്റാർ ഫ്രൂട്ട് നിറയെ പൂത്തു. മിൽക്ക് ഫ്രൂട്ടും പൂത്തു. അയ്യോ, തീ ഉണ്ടോ അടുപ്പിൽ? അത് കേട്ടോ. വെള്ളം മാത്രമേ ഉള്ളൂ. പട്ടിക്കുള്ള അരി ഇട്ടായിരുന്നു. ഓ കാല്. പുക പുക പുക. ചിങ്കാരിയാട് എത്ര നേരമായിട്ട് ഉറക്കമായിരുന്നത്? അമ്മു പോയത് അറിഞ്ഞോ? അറിഞ്ഞോ?
ആണോ? ഉറങ്ങി. അവൻ തരം കണ്ട പോലെ നിൽക്കൂ. ആണോ? നമ്മൾ അടിപൊളി ചക്കപ്പഴം തിന്നാൻ പോയി. ചക്കപ്പഴം ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ അവൻ എന്തോ തിന്നണം. അപ്പം അച്ചാച്ചി ചക്കപ്പഴം ആക്കി തന്നു. ഇത് നമ്മുടെ പച്ചമുളക്. ഓ, ചക്കപ്പഴം വെച്ച് ചക്കപ്പുഴുക്കോ? ചക്കപ്പഴം കൊണ്ടാണോ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണ്ടേ? ആ, നല്ല അടിപൊളിയായിരിക്കും അല്ലേ? പിന്നെ തേങ്ങാക്കുത്തും എല്ലാം ഉണ്ടല്ലോ, നെയ്യൊക്കെ ഉണ്ടല്ലോ. അച്ചാച്ചിയുടെ സ്റ്റൈലിൽ കുമ്പളത്തപ്പം ഉണ്ടാക്കട്ടെ. ഭക്ഷണപ്പം ഇവിടെ പലതാ പറയുന്നത്. അടിപൊളിയാ നമ്മുടെ ഭക്ഷണം. സാധാരണ വെട്ടിക്കളയായിരുന്നു. പാത്തു വന്നിട്ടുണ്ട്. പാത്തു പറഞ്ഞു. പാത്തൊക്കെ അറിഞ്ഞാൽ കൊടുക്കാം. അമ്മ ചക്കപ്പഴം വേണോ? ചുമയ്ക്ക് മോളെ, എന്നാലും വേണം. ഞാൻ കണ്ടതാണ്. നല്ല ടേസ്റ്റ്. കോതി പറയില്ല, ചക്കയൊക്കെ ഇഷ്ടം പോകുന്നതാണ്. ഇഷ്ടം പോലെ നമ്മുടെ ലാഭയില്ലേലും ഇഷ്ടം പോലെ പറിച്ചില്ല. ഈ വർഷം വേറൊരു നിയമം വരുന്നു മോളെ. അല്ലല്ല, ഈ വർഷം ഉള്ള ചക്ക മുഴുവൻ വന്നിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറിച്ചുകൊണ്ട് പോകുന്നു. ഇനി പൈസ കൊടുക്കും. കാര്യം ചക്കയുടെ മണം അടിച്ചിട്ടാണ് പിന്നെ നാട്ടിലെ കാന കാട്ടി നിറങ്ങുന്നതിന്. മുഴുവൻ ചക്ക. എന്നാലും നമ്മുടേത് പറിക്കണ്ട. അപ്പോൾ കാണാതെ വരുന്നു. നമ്മുടെ അമ്മു പോയി. വൈകിട്ട് കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു വരും കേട്ടോ. അവള് 2-3 ദിവസം കഴിയുമ്പോൾ വരും. ഇനി വന്ന 1 മാസം ഇവിടെ ഉണ്ടാവും. അടുത്ത കോഴ്സിന് പോകുന്നത്. അതെ. മണിയമ്മയ്ക്ക് കുഴപ്പമില്ലെങ്കിൽ കുറച്ച് ദിവസം അവിടെ നിൽക്കും. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ കുഴപ്പങ്ങളില്ലെന്നുണ്ടെങ്കിലേ. അപ്പോൾ 2-3 ദിവസം ചില പ്രശ്നങ്ങൾ, സാങ്കേതിക കാരണങ്ങൾ കാരണം അടിച്ചുമാറ്റലും പരിപാടിയൊന്നും നടന്നില്ല. അതിനിടയ്ക്ക് ഗ്യാസും തീർന്നു. അടുപ്പിലായിരുന്നു എല്ലാ പാചകവും. രാവിലെ ഹലോ, ഞാൻ കുത്തി വെച്ചത് മൊബൈൽ ഉണ്ടായിരുന്നല്ലോ. അവിടെ കുത്തിയോ? ഞാൻ കുത്തി വെച്ചു. മാറിയിട്ട് പ്ലഗ് നോക്കി. എന്നെ നീ എന്തിനാടി വിളിച്ചേ? അല്ല, നീ എന്തിനാ വിളിച്ചേ എന്നെ? ഈ ചക്ക എന്റെ മുമ്പിൽ കൊണ്ടുവന്നത് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ? ചക്ക പൊടിച്ചാൽ മണിക്കോട്ടെ കാര്യമുള്ളൂ. ഇവർക്ക് ഇഷ്ടമല്ല. ഇവിടെ നിർത്തി കളയും. വേര് വിളിച്ചെന്നും പറഞ്ഞു. ഈ ചക്ക നല്ലയാണ് പൊളിക്കണ്ടത് പോവാ. പശു തിന്നാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവളെ അയ്യത്തിലെണ്ണ തിന്നുന്നുണ്ടോ? ഞാൻ ഒരു ചക്കക്കുരു അമ്മ ഈച്ച അടിച്ചിരിക്കുമ്പോഴാ. എന്താ അതുകൊണ്ട് അമ്മ കൊടുത്തു. അമ്മ പ്രാവശ്യം അടിച്ചില്ലല്ലോ. ആദ്യം നോക്കലോ ഞാൻ ബിരിയാണി. ചെറിയ ഓളൊന്നുമില്ല. ബിരിയാണിയുടെ പരിപാടിയായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ ബിരിയാണി പൈസ നമ്മളെ പട്ടിക്ക്. ഇവിടെ അരി ഒരുപാട് ഇരിപ്പുണ്ടടി. ബിരിയാണി ഒന്ന് കാണിച്ചു.
കിലോ തികച്ച് കാണിക്കണേ. ഒരുപാടുണ്ടെന്നല്ലേ പറഞ്ഞേ. എനിക്കൊന്ന് വാങ്ങാൻ അമ്മ ഏത് കാലഘട്ടത്തിലെ കാര്യം ഈ പറയുന്നത്? ഇന്നലെ കണ്ടെങ്കിൽ പിന്നെ ഇന്ന പാരി കിടക്കും. അമ്മ ഏതോ സാങ്കത്താ രണ്ടു വരിക. രണ്ടു വരിക. ഇത് രണ്ട് അത് തന്നെ പരണിയല്ല ഭരണി. ഇവിടെ ഇതുണ്ട് അരിയ. ഏതരിയ? ഗേറ്റിന്റെ അരി എടുത്ത്. ഇത് രണ്ടും രണ്ടാ. ഇത് ജീരകശാല ശകലം വെച്ചേക്കുന്നത്. അരിയ ഏതാ? ആ വലിയ കുപ്പിയില് അല്ല. പിന്നെ അത് വേറെ അരിയ. എന്ത് അരിയാണോ? അരിയാ പിന്നെ അരിയല്ലേ. അങ്ങനെയാണ് ചാക്കിൽ ഇരിക്കുന്ന കുത്തരി എടുത്ത് ബിരിയാണി വെക്കാൻ പറ്റും. ഒരു റേഷനരി ബിരിയാണി വെക്കണം. അമ്മ എപ്പോഴത്തെയോ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയുന്നുണ്ടോ ചേച്ചി? ഞങ്ങൾ ആരും ഈ ഹോംവർക്കിൽ ഇടപെടത്തില്ല. അവസാനം അണ്ണാടി വഴക്ക് പറയുമ്പോൾ നമ്മൾ ഇടപെടരുത്. അവര് വഴക്ക് പറയും. നമ്മളൊന്നും ഇടപെടണ്ട. അവനായി, അവന്റെ ഹോംവർക്കായി. അവ പഠിക്കുന്ന കുഞ്ഞാണ്, അവൻ ഹോംവർക്ക് ചെയ്യും. അല്ലേ കളെ? ഊഞ്ഞാലാണെന്നല്ലേ പാട്? ആദ്യം ഇവിടുന്ന് തുടങ്ങണം. ഇവിടുന്ന്. ആ ഇത് രണ്ടല്ലേ? ഓ അങ്ങനെയാണ് എഴുതുക. നാളത്തെ ഹർത്താൽ സാധാരണ എവിടെയും പോലീസുകാരെ വിളിക്കോ? ഡൽഹിയിൽ അമ്മ ഡൽഹിക്ക് പോവാ. അമ്മ ഡൽഹിക്ക് പോവാ. കണ്ണൂരമ്മ പ്രൊട്ടസ്റ്റ് എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് പോകാൻ പറ്റാത്തോണ്ട് പിന്നെ ഞാനൊന്ന് പോയി. എന്തോ ഇത് ഊണത്താലോ? ഇങ്ങനല്ല. എഴുത ഇത് ഫോൺ എഴുതാറില്ലേ? ഇതുപോലെ എഴുതിക്കും. ഞാൻ എങ്ങനെ എഴുതാ? ഞാൻ എഴുതുമ്പോൾ എഴുതിക്കും. ഇവിടെ ഇത് ശരിയാ. ആ ഊ എഴുതാറിയാലോ? ഊണിന്റെ പൂ എഴുതി. ഇനി ഞാൻ എഴുതി ഇവിടെ തുടങ്ങാം. ഞാൻ ആ ഒന്ന് കുട്ടിക്ക് താഴെ ഓ കൂടവേ പൊറക്കണോ തമ്മി പിണങ്ങി പോവല്ലേ. അത് കേൾക്കുമ്പോ അല്ലേ ആ പാട്ട് പാടുമ്പോ അല്ലേ? ഓ കൂടവേ പൊറക്കണോ, കൂടവേ പൊറക്കണോ, തായേ തായേ. ഇത്ര പാട്ട് പാടിയില്ലേ? ആ പറഞ്ഞത് ന്യായം. നാളെ ഇവ വരുന്നത് പറഞ്ഞു. എവിടാ അതോടു ഞാൻ എനിക്ക് എഴുതിയത് നമ്മൾ രണ്ടും പോകും. ഇവര് വേറെ പോട്ടെ. ആരൊക്കെ? അണ്ണാണ്ട ചായ. അച്ചായ എങ്ങനെ ഇടൂ? അതാണ് കണ്ടാ. ഇന്നലെ അവൻ എനിക്കിട്ട് തിരിച്ച് പറഞ്ഞോനാ. അമ്മ പോയി കഴിഞ്ഞപ്പോ കണ്ട അവന്റെ സ്നേഹം. എടാ നമ്പരുകാരാ. അയ്യേ എന്തോ എഴുതുന്നേ? ഊഞ്ഞാലിന്റെ സ്പെല്ലിംഗ് എന്തുവാ? ഊഞ്ഞാലിന്റെ സ്പെല്ലിംഗ് അറിയില്ല? സ്പെല്ലിംഗ് ഇല്ലേ? എഴുതിക്കിടൂ. അവള് സമയം കളയാൻ പറ്റിരിക്കുന്നില്ലേ? അമ്മ ഉണ്ടെങ്കിലാ
ശരിയാ. അപ്പൊ പൊളിക്കുന്നു കണ്ണ് ആ വീഡിയോ എടുക്കുന്നു. നിന്റെ കഷ്ടപ്പാടല്ലേ വലിയൊരു കഷ്ടപ്പാട്. രാവിലെ അടിച്ചു വാരി ആ രാവിലെ പണി എന്നാണ് ഇവിടെ ഞാൻ പറയട്ടെ. എന്നിട്ട് രാവിലെ അടിച്ചു വാരി ആ പിന്നെ തേച്ച് കൊടുക്കാൻ പോയി. അവൻ കണ്ട കാര്യങ്ങളോ കഴിഞ്ഞ ദിവസം അന്നാണ് മിണ്ടല്ലോ. അവൻ പറയട്ടെ മോനെ എനിക്ക് ആദ്യം ഇട്ടോ അപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു കുഞ്ഞെ. ആദ്യം തൂത്ത് വാരി രാവിലെ. ആ പിന്നെ പൊരിച്ചു കൊടുക്കാൻ പോയി പൊരിക്ക്. ആ പിന്നെ രാത്രി ഉള്ളി അരിഞ്ഞു. ആ പകലപ്പോ വേറൊന്നും ചെയ്തില്ലടാ അപ്പ. കുറെ നേരം ഉറങ്ങി. ഉച്ചക്കപ്പോ ഞാൻ ഉറങ്ങിപ്പോയപ്പോ എന്നാണ് എനിക്കൊരു ഓർമ്മയില്ല. ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെയൊക്കെ കാര്യം പറയുന്ന ഇന്നത്തെ ഓർമ്മയില്ലെങ്കിൽ ഇന്നത്തേത് കുറച്ചേ ഓർമ്മയുള്ളൂ. എന്നാൽ പഴയത് പറയടാ ഇന്നത്തെ ഓർമ്മയില്ലെങ്കിൽ. പഴയതാണ് ഞാൻ മറന്നുപോയി. ഓ അപ്പൊ അങ്ങനെയായി കാര്യങ്ങളല്ലേ. ചോറും കറി ആരാടാ വെച്ചിരുന്നേ? അതപ്പ സ്കൂളിൽ പോകുമ്പോ എല്ലാം ഉണ്ടാക്കി തരുന്ന ആരാടാ? അതും അപ്പ തുണി കഴുകി തരുന്ന ആരാടാ? അതും അപ്പ ചോറ് വാരി തരുന്ന ആരാടാ? അതും അപ്പ. പിന്നെന്തോ ഉണ്ട്? അത്ര ഉള്ളോ? പിന്നെ രാത്രി ഉള്ളി അരിഞ്ഞു. ഉള്ളി അരിയുന്ന അപ്പാ. അപ്പൊ ഈ പട്ടിയുടെ അരി നോക്ക്. പട്ടിക്ക് ചോറ് വെക്കുന്ന ആരാടാ? അപ്പ പട്ടിക്കൂട് കഴുകുന്ന ആരാടാ? അപ്പ പട്ടികളെ കുളിപ്പിക്കുന്ന ആരാടാ? അപ്പ പെരക്ക അടിച്ചു വരുന്ന ആരാടാ? അപ്പ തുടയ്ക്കുന്ന ആരാടാ? അപ്പ ഏറ്റവും ഇഷ്ടമാണല്ലോടാ? അപ്പയാണ്. ഉണ്ടാണി ഒന്ന് തകർന്നു. സാരമില്ല പോട്ടെ. അച്ഛക്ക് സന്തോഷമാടാ. അത് കഴിഞ്ഞ് അച്ഛനെ പറ്റിച്ചിട്ട് സിനിമ കാണാൻ പോകും. അച്ഛൻ നാളെ മറന്നു പോകും. എഴുതിക്ക് ഊഞ്ഞാലെന്ന് ബാക്കി ഒരു 4 കൂടെ. ഊഞ്ഞാൽ 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 അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് ഓണമായി ഊഞ്ഞാലിടണ്ടേ? ഞാൻ അയ്യോ ശബരിന്ന് പോള് 30-ാം തീയതി പിള്ളേരോണോ? ഇത്തവണ കിടു നമ്മുടെ പിള്ളേരോണോ? സാരമില്ല ഇതിപ്പോ. ഊഞ്ഞാല് കഴിയാറായോ? ഊഞ്ഞാൽ നാലെണ്ണം കൂടി ഒഴിച്ചു. ഇന്നലെ ഇല്ലടി. ഇന്ന് അപ്പ കറിയൊക്കെ സഹായിക്കുവോ മക്കള്? എന്തോ പറയടി? ഏ എന്തോ പറയടി? അത് ആലോചിച്ച് വരുന്നേ ഉള്ളൂ. അച്ഛൻ അവ ഇങ്ങനെ ഇതൊന്ന് എഴുതാദ്യോ എന്നിട്ട് ഇപ്പുറത്തെ എഴുതാം. ഇതൊന്ന് എഴുതൊരു 4 കണ്ണാടി നോർമലായി. നിങ്ങളൊക്കെ ക്യൂട്ട്നെസ് പറഞ്ഞു നിഷ്കളങ്കം പറഞ്ഞു കൊച്ചിനോടൊന്ന് ചൂടാവാൻ പോലും ഇതൊന്ന് എഴുതണ ഒരു 4. കുട്ടി എന്നാ അച്ഛനുണ്ട് ഓപ്പറേഷൻ. ഞാൻ ഡോക്ടർ തിരക്കിയായിരുന്നു തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണമെന്ന്. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു കിടു? കിടുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കിടുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമയുടെ പേരെന്തോടു? ആ സിനിമ നടക്കുന്ന പേരെന്തുവാ? വിജയ്. ആണോ? അടി എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ എനിക്ക് മറ്റേ ബൈക്ക് എറിയുന്ന സീൻ മറ്റേ കൊച്ചിനെ കവന്മാരടിക്കത്തില്ലേ. ഇവന്റെ സീറ്റ് അപ്പുറമായിരുന്നു കേട്ടോ. ഇവൻ എന്നിട്ട് ഓടി വന്ന് അടിയുടെ ഇടയ്ക്ക് കുഞ്ഞാവിട്ട് ഒറ്റ ഇടി എന്നിട്ട് ഓടി. ഇതൊരു 3 എഴുതാ. തല കാണാലോ. എന്തോ പാത്തുവിന്റെ പരാതി കേൾക്കാം. പാത്തുവേ എന്തോ പറ്റി? ആ അത് കുഴപ്പമില്ല, അവർക്കറിയാലോ. ഇനിയിപ്പോൾ കട അടച്ച് കളഞ്ഞിപ്പോൾ വിളിച്ചാൽ എങ്ങനെയാ? എൻ്റെ കുടുംബച്ചൻ പോകുന്നുണ്ടോ? കുടുംബച്ചൻ പൊന്നാലുണ്ട്. പാത്തുവേ ചാച്ചൻ എന്താ പറഞ്ഞേക്കളെ? അങ്ങനെ പറഞ്ഞോ? പൊന്നിനോട് അങ്ങനെ പറഞ്ഞോ? പാത്തു എന്നെ കൊണ്ടുവന്നേ നോക്കിയേ. ഇതിന് നിൽക്കുക പാത്തു. ഞാൻ പറഞ്ഞു കുഞ്ഞാവയ്ക്ക് കൊടുക്കണം. പാത്തുനോട് കുറച്ച് തരാൻ പറഞ്ഞു. ആ പാത്തു ചിക്കൻ മേടിച്ചു. പാത്തു അയ്യോ നിക്ക് എന്തൊക്കെയാ കൊണ്ടുവന്ന് നോക്കട്ടെ. അത് എന്തൊക്കെയാ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല, കാടമുട്ട, അൺബോക്സിങ് സോപ്പ്. എടാ അതൊക്കെ ഇതിപ്പോ 2X നീ പറയുന്നയാ? കിടൂ അത്ര കിട്ടിയടാ. മല്ലിച്ചപ്പും പുതിനയിലും എന്തത്?
ഓക്കെ നമ്മുടെ അടുത്ത് കുറച്ച് പഠിക്കാനും കൂടെ കോവലാ നിൽക്കുന്നത് എന്തുമാത്രം കാണും കഴിക്കുമ്പോ കൊള്ളത്തില്ല. എനിക്ക് മേലെ പിറ്റേ ദിവസം കാണാതെ ഒരു പഴുത്ത് അതീ നാടൻ ഇഞ്ചി. ചക്കപ്പഴമല്ലേ, നല്ല മധുരമുണ്ട്. നല്ല ഫ്രഷ് സാധനം കണ്ട. അവന് തലക്കൊരു ഇടി കൊടുത്ത് ഉറക്കാണ്ടോ? എന്തേ? അല്ല അവന് ഉറക്കണല്ലോ, തലക്കൊരു ഇടി കൊടുത്ത് ഉറക്കാം. അതെന്താ? കിട്ടുമെന്നറിയാം. നിനക്കിട്ട് തലക്കിട്ട് കിട്ടിയല്ലേ? സിനിമ ഉണ്ടോ ഇടയ്ക്ക്? സിനിമ ഉണ്ട്. അവൻ ഭ്രാന്ത് മൂത്ത് തിയേറ്ററിലാട്ടെ സ്ക്രീനിൽ അടി നടക്കുമെന്ന് പറഞ്ഞു ഓടി വന്ന് എന്റെ തലക്കിട്ട് ഒറ്റയായി. എടി രാജമ്മയില്ല, അവര് മരിച്ചുപോയി. ആ പിന്നെ രാജമ്മയുണ്ടല്ലോ വെള്ളത്തിനൊക്കെ വരുന്നേ. പിന്നെ ടിവിക്കകത്ത് സിനിമ കാണും, അടിയുള്ള സിനിമ വരുമ്പോ അടുത്തിരിക്കുന്നൊക്കെ എല്ലാം കേട്ടിട്ടുണ്ടോ കൊടുക്കും. എന്തോ മേടിച്ചോണ്ട് കൊടുത്താലും പിന്നെയും ചോദിക്കും എന്തോ മേടിച്ചോണ്ട് വന്നു. ഇതെല്ലാം നിനക്കുള്ളതല്ലയോ? കാടമുട്ട മറ്റേ സാധനം ഉണ്ടാക്കി തരുമോ? താമരശ്ശേരി ചുരം കയറുമ്പോ വളവിനുള്ള കടയില് മുളക് അത് ഈ മുട്ടയും കൊണ്ട് അവിടെ പോണമല്ലോ. കേട്ടോ കോക്ക് ദേഷ്യം വരുന്നു. ആ കോക്കൂടെ തൊണ്ട ചക്ക. അയ്യോ ചക്കച്ചോളക്കാടി പോക്കോ മിറ്റത്തുനിന്ന് എടുക്കുമ്പോ ഓടി വരും. പാത്തു ഇടയ്ക്ക് കയറിയിരിക്കും. എനിക്ക് തന്നില്ല. നിന്നെ കാത്തിരിക്കാൻ ശകലം പോലും നിന്നില്ലായിരുന്നു. അത് ചക്കയാണോ ഇരിക്കുന്നത്? എടി ആട്ട കവറിനകത്ത് ചക്കക്കുരി എന്തിയോടി കളഞ്ഞോ? പേമ ഒരു മെഴുക്കോട്ടി വെച്ചിട്ടായിരുന്നു. നീ പറഞ്ഞ ഞാൻ ഓരോന്നോ എടുക്കുമ്പോ അമ്മ ഒന്നും ചെയ്യണ്ട, അമ്മ കേറി പോന്ന് പറയും. പിന്നല്ലാണ്ട് ഞാൻ ചക്കക്കുരൊന്നും കുറിച്ചിട്ടാ എനിക്ക് അതിനുള്ള ക്ഷമയില്ല. മുളക് കണ്ട കളയണ്ട. അതൊരു കവറിനകത്തിട്ട് ഫ്രിഡ്ജ് വെക്കണേ, ഏടാകും പെട്ടെന്ന്. മറ്റേ താഴത്തെ മുളക് പഠിക്കുമ്പോ ഫോൺ ഉപയോഗിക്കത്തില്ല, അറിയത്തില്ലേ? ഊണൊഴിക്കേ കുഞ്ഞാവെ വിളിക്കാം. കുഞ്ഞാവെ കെടുവിന് ഊണ് എഴുതാൻ അറിയത്തില്ല. കുഞ്ഞാലും ഇതെന്തു എഴുതുന്നിപ്പോ? ഊണ കുഞ്ഞാൽ ഊണെന്തുവാ? ഊണെന്ന് പറഞ്ഞ എന്തുവാടാ? അവൻ കുഞ്ഞു മതി. പെടിപ്പെടില്ല. എന്താ ഊണം? ഊണെന്ന് പറഞ്ഞ എന്തുവാ? പച്ചമാണോ ഊണ്? രാത്രി പറയണേ അച്ഛനെ കെട്ടിപ്പിടിച്ചെടുത്ത് കഥ പറയാൻ. അപ്പൊ ഞാൻ പറയാം അപ്പയോട് പറയാം. നീ ആരുടെ പോലെ അപ്പയാണ്. അവൻ എന്റെ കൂടെ അല്ലേ കിടക്കുന്നല്ലേ? അമ്മ പോയി കഴിഞ്ഞാൽ അപ്പോഴോടെ കിടക്കുള്ളത് കിട്ടില്ലേ? അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എഴുത എഴുതി തന്നെ സഹായിക്കണം. ഊണ് തയ്യാർ.